ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊന്ന് ദുബായിൽ പോയി വന്നാലോ അല്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ടിക്കറ്റ് എടുത്തതും വിസ സെറ്റാക്കിയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ നമുക്ക് ബാഗൊക്കെ വാങ്ങിച്ച് സെറ്റാവാം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആ വാങ്ങിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, നല്ലതാണ്. നമ്മൾ പെട്ടി വാങ്ങിച്ചോട്ടെ ഗൈസ്. ഇത് കുഴപ്പമില്ല, നമ്മൾ അത്ര മതി. ചെറിയ മോഡലാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ടുള്ള. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം നടക്കുകയാണ് ഇവിടെ. എന്നോട് ഇങ്ങനെ പാക്ക് ചെയ്യാൻ പറയും, ഞാൻ പറയും നാളെ നാളെ നാളെ. നമ്മുടെ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെയാണ്. അവസാനം നാളെയാണല്ലോ നമ്മൾ പോണത്. അപ്പം എന്തെങ്കിലും പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. എല്ലാം ഞാൻ കൂടി സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി മറ്റേ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോർമൽസ് വേറെ, ജീൻസ് വേറെ, ട്രഡീഷണൽസ് വേറെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മറ്റേ അല്ലറ ചില്ലറ ഐറ്റംസ് ആണ്. അമ്മ അവിടെ ഇരുന്ന് ബിഗ് ബോസ് ഇരുന്ന് കാണണ്ടേ. ഞാൻ ഇപ്പോൾ പോയിട്ട് പാക്ക് ചെയ്യട്ടെ. ഇതൊക്കെ വെച്ചതാണ്, ഇനി വെക്കാനുള്ളതുണ്ട്. ഫയൽസൊക്കെ എല്ലാവരും കിടന്നു. ഇനി കുറച്ച് ഐറ്റംസ് ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ഐറ്റംസ് ഉള്ളൂ വെക്കാൻ. അപ്പം ഞാൻ പോയി ചോറിട്ട് വരാം. അവസാനത്തേക്ക് വെക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ശീലമാണ്. ഓക്കെ, ഇനി കുറച്ച് കായ വറുത്തത്, ചിപ്സ് വേണം നമ്മുടെ പീക്കിരിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സീനും ഉണ്ട്, അതും ക്ലിയർ ആക്കണം. പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടുന്ന് 2:30 ഇറങ്ങും. ഇപ്പോൾ 10:30 ആയിക്കണം. പിള്ളേരൊക്കെ ക്ലാസ്സിലിരിക്കട്ടെ, നമുക്ക് നോക്കി നോക്കി. പോയാ സഞ്ജു എന്താ കൂടുതൽ കാര്യമായിട്ട് നോക്കണ്ടല്ലോ. വല്ലതറിയോ എനിക്ക്? ഈ പിള്ളേരെ കാണാൻ വന്നാണ് ഗൈസ്. പോയിട്ട് വരാം. അപ്പൊ ദുബായിൽ പോയിട്ടാണ് എനിക്കറിയണതിലെ പിള്ളേർ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ഏതൊരു വൃത്തികെട്ട കോലത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ പോയിട്ട് വരാട്ടാ. ടാറ്റ മാറി നമ്മൾ കുളിച്ചു. ഇനി ചോറുണ്ടിട്ട് നമ്മൾ ഇറങ്ങും. എന്താണ് ഡ്രസ്സൊക്കെ സാധാരണ നമ്മൾ ഇടുന്നത് തന്നെയാണ്. കാണിച്ചു തരാം. എന്നാലും ട്രാക്ക് സ്യൂട്ട്, ഒരു ടോപ്പും. ഇത് ഞാൻ കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇരിക്കാൻ പറ്റും എത്ര ദൂരം വേണമെങ്കിലും. ചിരിച്ചുള്ള യൂട്യൂബ് ചാനൽ ആയിരിക്കോപ്പ, പബ്ലിസിറ്റി ആയിക്കോട്ടെ. ഇങ്ങനെ ബിഗ് ബോസ് ഇരുന്ന് കണ്ട വല്യമ്മേ എന്താ നോക്കേ, ഇരുന്ന് കാണാ ഫോണിലും. അമ്മച്ചി എയർപോർട്ടിക്കുണ്ട് ഗൈസ്. ആയി കൊടുത്തമ്മച്ചിയെ. ഐ നമ്മുടെ റോക്കിയോട് ബായ് പറയാം. റോക്കി മോനെ, റോക്കി മോനെ, റോക്കി മോന് കുഞ്ഞൊരു ആക്സിഡന്റ് പറ്റി ഗൈസ്. പോയിട്ട് വരാട്ടാ ചേച്ചി. നല്ല കുട്ടിയായിട്ട് നോളട്ടാ. പോവാട്ടാ, പോയിട്ട് വരാട്ടാ. ഉമ്മ കഴിയണ്ടാട്ടാ. നല്ല കുട്ടിയായിട്ട് ഇരുന്നോട്ടാ. വേ മാറൂട്ടാ. ഞാൻ പോയിട്ട് വരാം. കേട്ടില്ലേ? വെറുതെ പൊന്തിച്ചിട്ട് അവിടെ ഇവിടെ മെലം കണ്ടിട്ട് അങ്ങക്ക്. ആ ശരി. ഇല്ലില്ല, കഴിഞ്ഞു. എങ്ങനെങ്കിലും പോയി കിട്ടിയേ മതി. ഇത് കേക്കണട്ടാ. ഇത് എയർപോർട്ടിൽ ഞാൻ കേക്കണേ. എന്ത് സാധനങ്ങളാ നോക്ക്. ഓക്കെ, അമ്മക്കറിയാം. എന്താ നോക്ക്, സാധനങ്ങൾ നോക്ക്. ഇന്റെ ഈ അമ്മച്ചിക്ക് മാത്രമാണ് സ്നേഹം. അമ്മച്ചിയെ തല്ലൂടാണില്ലല്ലോ. അമ്മച്ചിക്ക് തല്ലൂടാണില്ല. TV കാണാനില്ല. തല്ലൂടൊന്നുമില്ല. അമ്മച്ചിക്ക് മാത്രം സ്നേഹമുള്ളൂ ഇത്തിരി. ശരിയാ പറഞ്ഞത്. അതെ, ശരിയാ പറഞ്ഞത്. അമ്മ ഇത് പറയും. കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി കുണ്ടിലേക്ക് വീണത് കുന്തിദേവി അറിഞ്ഞില്ല.
കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി കുണ്ടിലേക്ക് വീണത് കുന്തിദേവി അറിഞ്ഞില്ല. ആ ഒരു 10 വട്ടം സ്പീഡിൽ പറയും. കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി കുണ്ടിലേക്ക് വീണത് കുന്തിദേവി. വെല്ലുമ്മ ഇത് വണ്ടി കുന്ന് കയറി വണ്ടി കയറി പറഞ്ഞ 10 വട്ടം. സിമ്പിളാ. വണ്ടി കുന്ന് കയറി വണ്ടി കയറി. സ്പീഡിൽ പറയും. വണ്ടി കുന്ന് കയറി റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് പറയും 10 വട്ടം സ്പീഡില്. റെഡ് ബൾബ് ബ്ലൂ ബൾബ് ആ ഒന്നിന് ബ്ലൂ ബൾബ് ആ ഒന്നിന് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. അപ്പൊ ചോദിക്കും ക്വസ്റ്റ്യൻ. 4 അടി ഉയരം. പറ. ഓക്കേ. പാവം ജബ്ബാർക്കനെ കളിയാക്കുന്നു ഗൈസ്. എന്തായാലും പോകണല്ലേ, അപ്പൊ നല്ല സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നാണ് പറയാം. അപ്പൊ നമ്മൾ പഴംപൊരും ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് കയറുകയാണ് ഗൈസ്. എനിക്ക് വയ്യ. നമ്മളെത്തി. കരയാൻ പറഞ്ഞു പോയി. Let's go guys, let's go. നമ്മുടെ പെട്ടി പോയി ഗൈസ്. ഗേറ്റ് നമ്പർ 3 ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഗേറ്റ് നമ്പർ 3ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു കേട്ടോ, എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ പ്ലെയിൻ വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ തൊപ്പി ഊരി ഗൈസ്, എൻ്റെ തൊപ്പി ഉരിപ്പിച്ചു, എൻ്റെ ഷൂ ഉരിപ്പിച്ചു. കഴിഞ്ഞു ഇവിടെ എത്തിയിരുന്നു. ഹായ് പറയ്. ഹായ്. അവനൊന്ന് വേണമെന്ന് പറഞ്ഞോട്ടാ. ഇതെന്തൊരു ചോക്ലേറ്റ് ഫാക്ടറിയോ? എല്ലാരും ഇവിടെ ഭയങ്കര ഷെയറിങ് കപ്പാസിറ്റിയിലാണ് കേട്ടോ ഗൈസ്. ഫുള്ള് വെക്കേഷൻ മൂഡിലാണ് ഗൈസ്. കണ്ടില്ലേ കപ്പലണ്ടി. താത്ത ഫുൾ ഐറ്റംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, കപ്പലണ്ടി എല്ലാം. കടല കഴിഞ്ഞ് ഞങ്ങൾ ആപ്പിളിൽ ഓറഞ്ചിലേക്കും എത്തി. എല്ലാരും വരി നിൽക്കും. ആ സ്പൂണിലൊക്കെ ഇട്ടാൽ ഞങ്ങൾ കഴിക്കുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ബോർഡിങ്ങിലേക്ക് പോവുകയാണ്. എല്ലാവരും അവിടെ സെറ്റായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പോവുക വേണ്ടുള്ളൂ. ലാസ്റ്റാണ് കേട്ടോ എൻ്റെ നമ്പർ. സീറ്റ് നമ്പർ 4 ആണ്. അതുകൊണ്ട് ലാസ്റ്റാണ് നമ്മൾ. ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ ഈ നേരെ ഫ്ലൈറ്റിലേക്കാണ് കയറുന്നത്. നമ്മുടെ കൂടെയുള്ള 2 താത്തമാർക്ക് സീറ്റ് ബാക്കിലാണ്. 29 ആ റേഞ്ച് ആയിരുന്നു. എൻ്റെ 4 ലാസ്റ്റാണ്. അങ്ങനെ എൻ്റർ ചെയ്യാൻ പോവാണ് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ഗൈസ്. Thank you. Welcome to your break now.
ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. നമ്മൾ കാറിൽ കയറാൻ പോവാണ്. ചക്രാവ് പുതിയ പാൻ്റ് ഇറക്കി സ്ഥിതിക്ക് അത് എനിക്കുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇത്രയും വൃത്തികെട്ട സാൻഡ്വിച്ച് ഓർഡർ ചെയ്തെന്ന ലാൽട്ടിന് 1000 നന്ദി. ഓക്കെ, ഇനി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ശരിക്കും എല്ലാവരും ഞാൻ മലയാളികളെ കണ്ടിട്ടുള്ള പുറത്ത് വന്നിട്ടുള്ള ഒരു ഫീൽ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്നാലും ലാൽട്ട എന്നോട് ഇത്ര ചതി വേണ്ടിയിരുന്നില്ല ലാൽട്ട. എന്ത് കണ്ടിട്ടാണ് നീ എനിക്ക് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തെന്ന്? നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ എത്തിയിട്ടാ. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.